വേറെന്തോ അയാൾക്ക് സുഖപ്രസവമായിരുന്നു, സുഖം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. എനിക്ക് ഒരൊറ്റ കാര്യം പറയുള്ളൂ, ഇതിലും ഫാർ ബെറ്റർ ആണ് അലൻ ജോസ് പെരേര. കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നോ? പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു? ഇപ്പൊ വന്നു. ഇന്നലെ വന്നതാ, കണ്ടിട്ടായിരുന്നല്ലേ? ഞാൻ എന്റെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് എന്താ സംഭവം പോലും അറിയാതെ ഒന്നും പറയുന്നത്. സബ്സ്ക്രിപ്ഷനിലുള്ള കുറച്ച് ചാറ്റും കാര്യങ്ങളൊക്കെ പുറത്ത് വന്നു. ഞാൻ കണ്ടില്ല. ശരിക്കും ഫേക്ക് ആയിരിക്കും, അത് ശരിക്കുള്ളതാണോ? കണ്ടില്ലല്ലേ? ഫേക്ക് ആയിരിക്കും, സബ്സ്ക്രിപ്ഷനിലുള്ളതാണോ? സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ടോ? രേണുവിന്റെ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ടോ? രേണുവിന്റെ സബ്സ്ക്രിപ്ഷൻ എടുക്കാതെ ഞാൻ കുറച്ച് 2-3 കണ്ടായിരുന്നു. സബ്സ്ക്രിപ്ഷൻ എടുക്കേണ്ട കാര്യമില്ലല്ലോ. അയ്യോ, അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. അല്ല, ഞാൻ കുറച്ച് എവിടെ ക്ലിപ്സ് ഒക്കെ ഉണ്ടോ അങ്ങനെ അപ്പൊ സബ്സ്ക്രിപ്ഷൻ എടുക്കാനുള്ള മാത്രമൊന്നും ഇല്ലാത്തോ? സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ മാത്രമൊന്നും ഇല്ലെന്നോ? പറയുന്നു. അങ്ങനെ എന്തെങ്കിലും സബ്സ്ക്രിപ്ഷൻ എടുക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? എനിക്കറിയത്തില്ല. നമ്മൾ മീഡിയസിന് അല്ലാതെ തന്നെ കുറെ കണ്ടില്ലോ. 24/7 ഉള്ള സാധനം വരുന്നുണ്ടല്ലോ. ശൈത്യ സബ്സ്ക്രിപ്ഷൻ തുടങ്ങുന്നുണ്ടോ? ശൈത്യ ഒരു സബ്സ്ക്രിപ്ഷൻ തുടങ്ങുന്നുണ്ട്. ശൈത്യയുടെ ബ്രാൻഡ് അത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. കഴിച്ചോ? എല്ലാവരും കഴിച്ചായിരുന്നു? നോക്കൂ, അതാണ് എന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ. 8 നില പൊട്ടും, അതാണ് എന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ. എനിക്ക് വൈരാഗ്യമല്ല. കാരണം എന്താ പറയുക, അയാൾക്ക് വായി വരുന്ന മൊത്തം വിളിച്ചു പറയുന്ന അങ്ങനെ. കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ആ ഗർഭിണികളുടെ കാര്യം പറഞ്ഞു, ഇതുപോലൊരു പൊട്ടനെ ഞാൻ വേറെ കണ്ടിട്ടില്ല. സത്യം പറയാലോ, ഞാൻ ഇനിയിപ്പോ എവിടെയെങ്കിലും പറയണമെന്ന് വിചാരിച്ചിരുന്നു. അയാളെ 8 നില റോബിന് സത്യം പറയട്ടെ, റോബിന് ഒറ്റ കാര്യമുണ്ട്. അത് ഡെഫിനറ്റ്ലി ആണ്. അതെ, അയാൾ ഒരു പൊട്ടനാണ്. കാര്യം വിട്. റോബിനുണ്ടല്ലോ, റോബിന് ആർക്കും ഒരു പ്രശ്നമില്ലാത്ത മനുഷ്യനാണ്. റോബിൻ സ്വന്തം കാര്യം പറയുന്നു, പോകുന്നു. ഇത് അങ്ങനെയല്ല, ഇതൊരു പബ്ലിക് ന്യൂസൻസ്. പൈസ അതെനിക്കറിയില്ല, പൈസ കിട്ടില്ല. പക്ഷെ ഇയാള് പൊട്ടും. 100%. അയാൾ അയാളെ വോട്ട് ചിലപ്പോൾ അയാൾക്ക് സ്വന്തമായിട്ട് കുത്താൻ മറന്നു. ഞാൻ തൃക്കാക്കര മണ്ഡലത്തിലല്ല, പക്ഷെ താമസിക്കുന്ന ആളാണ്. ഞാൻ അവിടെ താമസിക്കുന്ന ആളാണ്. തൃക്കാക്കര മണ്ഡലത്തിൽ താമസിക്കുന്ന ആളാണ്. എന്റെ വോട്ട് പത്തനംതിട്ടയാണ്. പക്ഷെ ഇയാൾ തൃക്കാക്കര മണ്ഡലത്തിൽ അഖിൽമാരാർ പൊട്ടു എന്നാണ് പറയുന്നത്. 101%. ഈ വേണം ഇതിനടി പോയി കമന്റ് വേണമെങ്കിൽ പിൻ ചെയ്തു. ഞാൻ വന്നതിന്റെ അടി കമന്റ് ഇട്ടു. അയാൾ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരമല്ലേ അഖിൽമാരാർ? മണ്ടത്തരം ഇല്ലാത്തത് അയാൾ ചെയ്യുന്ന എല്ലാം പൊതുവെ മണ്ടത്തരമാണ് കാണിക്കുന്നത്. പറയുന്ന എല്ലാം മണ്ടത്തരം. കാരണം കഴിഞ്ഞ ദിവസം അങ്ങനെ പറഞ്ഞ ഗർഭിണികളുടെ കാര്യം എനിക്കൊന്നും ഞാൻ പറയാനില്ല. അതേ എന്ത് ഇതേക്കൂടെ എന്നിട്ട് അതിനൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ഞാൻ കണ്ടു അങ്ങനെ യൂട്യൂബിൽ ഇട്ടേക്കുന്നത്. അതിന് പറയാനൊന്നും പ്രത്യേകിച്ചൊന്നും ഇല്ല. അയാൾ വേറെന്തോ അയാൾക്ക് സുഖപ്രസവമായിരുന്നു, സുഖം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. എനിക്കറിയാം. തമാശ എന്ന് പറയുന്നത് ശരിയാണോ? അയാൾ പറഞ്ഞത് ഞാൻ പറയട്ടെ, ഒന്നാമത്തെ കാര്യം അയാൾക്ക് അറ്റൻഷൻ കൊടുക്കുക. അയാൾ പൊട്ടൻ. അയാൾ ഒരു വിവരമില്ലാത്ത മനുഷ്യൻ. അയാൾ എന്തിനു വന്നെന്ന് പറയാൻ എനിക്കറിയത്തില്ല. അയാൾ ഇങ്ങനെ അറ്റൻഷൻ സീക്കിങ്ങിനായിട്ട് ഓരോ കാര്യം വന്നു പറയും. ഇപ്പൊ നിങ്ങൾ വന്ന് ചോദിച്ചു ഞാൻ ഉടനെ പറയും പാലസ്തീനിൽ എന്താ സംഭവിച്ചത് നിങ്ങൾക്കറിയോ? ഞാൻ കുറെ ഇന്റർവ്യൂ ഉണ്ട്. ബ്രോയുടെ നേരെ അദ്ദേഹം വന്നു കഴിഞ്ഞാൽ ബ്രോയുടെ പ്രതിഷേധം എന്തായാലും? ഒരു പ്രതിഷേധമില്ല, കണ്ട മൈൻഡ് ഇല്ല. ഞാൻ നടന്നു. എനിക്ക് ഒരു പ്രതിഷേധമില്ല. അയാൾ കാണിച്ച പൊട്ടത്തരങ്ങൾക്ക് ബ്രോ ഒന്നും പറയാറില്ല. എന്ത് പറയാൻ? എനിക്ക് ഒരൊറ്റ കാര്യം പറയുള്ളൂ, ഇതിലും ഫാർ ബെറ്റർ ആണ് അലൻ ജോസ് പെരേര. അലൻ ജോസ് പെരേര അഖിൽമാരാരെക്കാട്ടി ഫാർ ബെറ്റർ ആണ്. ഭരിക്കും തോന്നുന്നില്ല, പക്ഷേ ആൾക്ക് നല്ല രീതിയിൽ ഭൂരിപക്ഷം നല്ല രീതിയിൽ കിട്ടുമെന്ന് തോന്നുന്നു. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം തമിഴ്നാട് വിസിറ്റ് ചെയ്ത സമയത്ത് അവിടെ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. പിന്നെ കുറെ റീൽസ് എല്ലാം കണ്ടു, എല്ലാവരും ഭയങ്കര വിജയ് പറയുന്നു. പക്ഷേ വിജയനെ സുരേഷ് ഗോപിയായിട്ട് അനുഗമിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അല്ല, സീരിയസ്ലി ബ്രോയുടെ അഭിപ്രായം പറയൂ. ഇല്ല, എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഒരിക്കലും സുരേഷ് ഗോപിയായിട്ട് വിജയനെ അനുഗമിക്കുന്നില്ല. ഒരിക്കലും പറ്റത്തില്ല. ഇല്ല. ആള് കുറച്ചുകൂടെ ഒരു ഇതായിട്ടുള്ള ആളാണ്. വിജയ് ഇപ്പോൾ ജെന്യൂനിറ്റി ഉള്ള ഒരാളാണ്. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നു. ഈ സന്തോഷ് വർക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ആറാട്ടെണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നു BJP-യേക്കാൾ ബെറ്റർ AJP എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം ഏറ്റവും വലിയ പ്രസ്താവനയാണ് അഖിൽമാരേക്കാൾ ബെറ്റർ AJP ആണ് അലൻ ജോസ് പെരേര എന്ന് പറയുന്നത്. ഞാൻ പിന്നെയും പറഞ്ഞല്ലോ, ഇനിയിപ്പോ സന്തോഷ് വർക്കി പറയട്ടെ, ഞാൻ പിന്നെയും പറയാം അഖിൽമാരെക്കാട്ടി ബെറ്റർ AJP തന്നെ. അതിലെന്താ ഇത്? അയാൾ അറ്റ്ലീസ്റ്റ് അയാൾ പോട്ടെ, AJP അങ്ങനെയാണെന്ന് വിചാരിക്കും. ഇത് അങ്ങനല്ലല്ലോ. ഇതിന്റെ അഖിൽമാരാർ ബിഗ് ബോസിൽ പോയിട്ട് വിന്നർ ആയതാണ്. മെജോറിറ്റി ആൾക്കാരുടെ ഇഷ്ടം പറ്റിയ ആളാണ്. കുറെ ആൾക്കാർക്ക് ഇൻസ്പിറേഷൻ ആയ. ആർക്കാ ഇൻസ്പിറേഷൻ? എന്തിന് ഇൻസ്പിറേഷൻ ആവാന് മണ്ടത്തരം വിളിച്ചു പറയുന്നത്? അയാൾ എന്തിന് ഇൻസ്പിറേഷൻ ആവേണ്ട കാര്യം പറഞ്ഞു? ഒന്നിനും അയാൾ ഇൻസ്പിറേഷൻ ആവാനുണ്ട്. ഒന്നിനും
ശത്രുത ഉണ്ടോ? എനിക്ക് ഒരു ശത്രുതയില്ല. കാരണം എന്താ അറിയോ, പൊളിറ്റിക്കലി കറക്റ്റായിട്ട് കാര്യങ്ങൾ സംസാരിക്കാൻ പഠിക്കണം. അല്ലാതെ ഇങ്ങനെ ചുമ്മാ വായി തോന്നി വിളിച്ച് പറയുന്നത് നല്ല കാര്യം. എന്നിട്ട് അത് എന്ത് ചോദിക്കാൻ പോയാലും അയാൾക്ക് ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ജനുവലി ബ്രോയ്ക്ക് അഖിൽമാരാന് കൊടുക്കാനുള്ള അവയർനെസ് എന്തായിരിക്കും? എനിക്ക് പ്രത്യേകിച്ച് ഒരു അവയർനെസ് ഉണ്ട്. ദൈവത്തെ ഓർത്ത് ആ വായ അങ്ങ് അടച്ചു വെച്ച് കുറച്ചേരം ഇരുന്ന് കഴിഞ്ഞാൽ സമാധാനമുണ്ട്. പുള്ളി പറയുന്നതെല്ലാം മണ്ടത്തരാണെന്നാണ് പുള്ളി. ഉറപ്പായിട്ട് ഞാൻ ഇനിയും പറയും, ഇതുപോലൊരു ഭൂലോക മണ്ടനം എനിക്കറിയത്തില്ല. പക്ഷെ വലിയ ബുദ്ധിയുള്ള മണ്ടൻ തന്നെ ഞാൻ പറയാം, അത്രേ ഉള്ളൂ. ബുദ്ധിയുള്ള മണ്ഡലം എന്താ ഉദ്ദേശിക്കുന്നത്? ബുദ്ധിയുള്ള മണ്ടൻ പോലെ അഭിനയിക്കും. ഇപ്പൊ ഞാൻ ചോദിക്കുക, എന്താണ് അഖിൽ ഇങ്ങനെ പറഞ്ഞത്, എന്തുകൊണ്ട് പ്രശ്നം? അല്ലല്ല, ബുദ്ധിയില്ല. പക്ഷെ അത് തന്നെ മണ്ടനാണ് ബുദ്ധിയുള്ള പോലെ അഭിനയിക്കുന്നത്. അത് തന്നെ ആൾക്കാരുടെ മുമ്പിൽ ബുദ്ധിയുള്ള പോലെ പെരുമാറി വില്ലനായിട്ട് കാണിക്കണം. ആളിപ്പോ വിജയിച്ചിറങ്ങിയ ആളിപ്പോ വിജയിച്ചു കഴിഞ്ഞാൽ ബ്രോയുടെ ഒരു എനിക്ക് ഒരിക്കലും വിജയിക്കുന്നില്ല. ഞാൻ എന്തൊരു റിയാക്ഷൻ ഇടാണ്, വിജയിക്കത്തില്ല. ഉറപ്പായിട്ട് വിജയിക്കത്തില്ല. 100%. പുള്ളിക്ക് സപ്പോർട്ട് ചെയ്ത് കുറെ ജനങ്ങൾ ഏതെണ്ണനാണ് ഏതാരാ കുറെ ജനങ്ങൾ അവിടെ വന്നു. അഖിൽമാരൊക്കെ അതൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്തായാലും ഉറപ്പായിട്ടും ഉറപ്പായിട്ടും തോക്കും. പുള്ളിക്ക് വിജയ ശതമാനം ഇല്ല. എവിടെ നിങ്ങൾ അതുകൊണ്ട് ജനങ്ങളെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ടാണ് അത് PR പൈസ കൊടുത്തല്ലോ പൈസ കൊടുത്ത് വന്നില്ല. ഓക്കെ, ഇനി വേറെ കാര്യം ചോദിച്ചാൽ BJP കേരളത്തിൽ എത്ര സീറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്? 1-2 സീറ്റ്. ഏത് മണ്ഡലമായിരിക്കും? അതെനിക്ക് ഞാൻ പറയുന്നില്ല. പക്ഷെ 1-2 സീറ്റ്. പാലക്കാട് കിട്ടാൻ ചാൻസ് ഉണ്ട്? പാലക്കാടില്ല, രമേശ് പിഷാരടി ജയിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ചാൻസ് ഉണ്ടെന്നല്ല, എനിക്ക് എനിക്ക് ഈ സെലിബ്രിറ്റികളായിട്ട് നിന്ന് കുറെ പേര് നിന്നതിൽ രമേശ് പിഷാരടി ജയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. എന്താണെന്ന് അറിയത്തില്ല. ആള് ഭയങ്കര ജെനുവൻ ആയിട്ട് സ്ഥാനാർത്ഥികളെ കുറച്ചുകൂടെ നോളജ് ഉള്ള ഒരാള് പിഷാരടിയാണ്. അങ്ങനെ പറയുന്നില്ല. പക്ഷെ എനിക്ക് എന്തോ ആള് ഭയങ്കര ജെനുവൻ ആണ്, നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. സോ എന്തായാലും പിഷാരടി ജയിക്കും. പിന്നെ LDF സർക്കാർ തുടരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അതോ UDF വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്? ഒരു ചേഞ്ച് നല്ലതല്ലേ? ചേഞ്ചിന് UDF നല്ലതായിരിക്കും. കാരണം മാറി നല്ലതാണെങ്കിൽ എന്തുകൊണ്ട് മാറണം എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. മനസ്സിൽ നല്ലതാണ്. LDF നല്ലതാണെങ്കിൽ 10 വർഷം നന്നായിട്ടുണ്ടെന്ന് ബ്രോക്ക് തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് മാറണം? ഞാൻ പറയില്ല, എപ്പോഴും ഒരു മോണോപോളി പോകുന്ന പോലെ ഫീൽ ചെയ്യും. അതൊന്ന് മാറട്ടെ, മാറി പുതിയ അവരൊന്ന് എന്താ ചെയ്യാൻ നോക്കട്ടെ. അതന്നെ സംഭവം. ഇപ്പൊ LDF വരികയാണെങ്കിൽ ആര് ഭരിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്? പിണറായി തന്നെ തുടരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പിണറായി തുടർന്നോട്ടെ, കുഴപ്പമില്ല. പലരും പറയണേ പിണറായി ഒന്നും മാറാൻ യോഗ്യ, അങ്ങനെ 80 വയസ്സായില്ലേ, കുറച്ച് ബാക്കിയുള്ളവർക്ക് സ്ഥാനം കൊടുക്കേണ്ടതെന്നുള്ള. കുഴപ്പമില്ല, ആളെന്തായാലും നല്ല രീതിയിൽ ഇപ്പൊ തന്നെ നല്ല രീതിയിൽ ചെയ്തു പോകുന്നുണ്ട്. പുള്ളി തുടർന്നോട്ടെ, അത് അവരുടെ പാർട്ടിയുടെ കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ പിണറായി സർക്കാരിനെ കൊണ്ട് നമ്മുടെ നാട്ടിന് അല്ലെങ്കിൽ ജനങ്ങൾക്ക് എന്തൊക്കെ നേട്ടങ്ങളാണ് ഉണ്ടായത്, അതിനെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ബ്രോ എന്തായിരിക്കും പറയുക? കണ്ടില്ലെന്നാണോ? കണ്ടില്ലെന്ന് മനസ്സിലായില്ല. ഇപ്പൊ പിണറായി കാരണം നമ്മുടെ ജനങ്ങൾക്ക് എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടായി, അതിനെപ്പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ബ്രോ എന്താണ് പറയുക? അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. BJP LDF വിരോധി അങ്ങനെ ഞാൻ ഒരു പാർട്ടി അനുഭാവിയല്ല. പാർട്ടി അനുഭാവിയാണ്. കോൺഗ്രസ് അനുഭാവിയാണ്. കോൺഗ്രസ് അനുഭാവിയാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ബ്രോ ഏത് പാർട്ടി? ഈ ഇലക്ഷൻ എന്നിട്ട് വേണം ഞാൻ ഇനി അടുത്തതിന് കയറാൻ. മറ്റേ വയനാട് ദുരന്തത്തിന് അതിന്റെ ഫണ്ടിങ് ഭയങ്കര അഴിമതി നടന്നിട്ടുണ്ടെന്ന് ഒരു വാർത്ത ഉണ്ടായിരുന്നു. അതിനെ കുറിച്ച് ബ്രോക്ക് എന്തെങ്കിലും അപ്ഡേറ്റ് അറിയാവോ? എന്തെങ്കിലും പറയാനുണ്ടോ? അറിയത്തില്ല. അറിയാവുന്ന കാര്യം ന്യൂസ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അതിലെന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാനിപ്പോൾ പറഞ്ഞു, ഇപ്പം എൻ്റെ ഈ വീടിൻ്റെ ചിലപ്പോൾ തെറി വിളിക്കാൻ വരുമായിരിക്കും. പക്ഷേ എല്ലാ ഗവൺമെൻറ് കാര്യങ്ങൾ നടക്കുമ്പോഴും ഞാൻ ടോപ്പിലുള്ളവരൊക്കെ ഇതിനകത്ത് ഇടയ്ക്ക് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മുക്കുന്നുണ്ടായിരിക്കും. അതിപ്പോൾ ഡെഫിനറ്റ്ലി മുക്കും. അതിപ്പോൾ ഏത് പാർട്ടി വന്നാലും മുക്കും. അതിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയണം എന്നുള്ള കാര്യമില്ല. ഇപ്പോൾ തൃശ്ശൂർ പൂരം നടക്കുകയാണല്ലോ. അപ്പൊ തൃശ്ശൂർ പൂരത്തിന് ഈ സ്ഫോടനം, അതായത് ഇപ്പൊ UDF വരികയാണെങ്കിൽ ഭരണത്തില് VD സതീശ വന്നാൽ എങ്ങനെ ഉണ്ടാവും? എനിക്ക് എന്ത് സംഭവം, ഒന്നാമത്തെ കാര്യം UDFന്റെ ഒരു പ്രശ്നം, അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് എല്ലാവരും അടിയാണ്, മൊത്തം അടിയാണ്. ആരാ അവരുടെ മുഖ്യമന്ത്രി ആവണമെന്ന് പറയുന്നത്? VD സതീശൻ ആവണമെന്ന് പറയുന്നു, രമേശ് ചെന്നിത്തല ആവണമെന്ന് പറയുന്നത്. ഇവരെ ആദ്യം അതിലൊരു തീരുമാനം എടുക്കട്ടെ. സപ്പോസ് VD സതീശൻ ഭരിക്കുകയാണെങ്കിൽ പിണറായിയെ വെല്ലുന്ന നേതാവായിട്ട് VD സതീശൻ മാറും എന്നുള്ളതാണ് ചോദ്യം. എനിക്കിന്ന് VD സതീശൻ അതിനുള്ള കഴിവുണ്ടായിരിക്കും. പക്ഷെ അവരുടെ കൂടെ ഉള്ളവർ UDFിലുള്ളവർ നിർബന്ധമായിട്ടും അവരെല്ലാവരും ഒന്ന് എന്താ പറയുക, ഒരു കൂട്ടത്തോടെ വേണം. അല്ലെങ്കിൽ ഇത് പ്രശ്നം എന്താ പറയുക, എനിക്ക് എപ്പോഴും കോൺഗ്രസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതാണ് പേഴ്സണലി. അവർക്കൊരു കസേര കൊണ്ടിട്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഞാൻ പറയണ്ട, ഒരു മൈക്ക് കൊണ്ടുവെക്കും, ഇവരെല്ലാം കൂടെ കൂടും, ഇവർക്ക് എല്ലാവർക്കും മൈക്ക് വേണം, ഇവർക്ക് എല്ലാവർക്കും കസേര വേണം. അത് നടക്കത്തില്ല. പക്ഷെ അതിലെ കാര്യത്തിൽ LDFിലുള്ള ആൾക്കാരെല്ലാം പക്കയാണ്. കാരണം അവർക്കൊരു നേതാവെന്നും അണികൾക്കെന്നുള്ളതുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ കുറച്ച്, അതുകൊണ്ടാണ് എനിക്കൊന്ന് കോൺഗ്രസ് ഇവിടെ പരാജയപ്പെടാൻ വേറൊരു റീസൺ. LDF ഭരണം വരുമെന്നാണ്. അല്ല, UDF വരികയാണെങ്കിൽ അവർ ഉന്നയിച്ച കാര്യം ഓഫർ കൊടുക്കണ കാരണമല്ല, സ്ത്രീകൾക്ക്, കേരളത്തിലെ എല്ലാ സ്ത്രീകൾക്കും KSRTC സൗജന്യ യാത്ര പറയുന്നുണ്ട്. അതിലെത്രത്തോളം പ്രാവർത്തികമാക്കാൻ തോന്നുന്നില്ല. കാരണം ഓൾറെഡി ആ KSRTC മൊത്തത്തിൽ നഷ്ടത്തിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. അതിലൂടെ ഇനി ഫ്രീയും കൂടെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എങ്ങനെ സർവൈവ് ചെയ്ത് കൊണ്ടുപോകുന്ന അറിയത്തില്ല. ചിലപ്പോൾ അത് അവരുടെ ഒരു
ഗിമിക്കിന് പറഞ്ഞായിരിക്കും, ഐ ഡോണ്ട് നോ. തുടർച്ചയായി തമിഴ്നാട്ടിൽ പറഞ്ഞ തുടർച്ചയായി നോക്കും. അതാണ് എന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ. 8 നില പൊട്ടും, അതാണ് എന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ. എന്തോ വൈരാഗ്യമുള്ള എനിക്ക് വൈരാഗ്യമില്ല. കാരണം എന്താ പറയുക, അയാൾക്ക് വായി വരുന്ന മൊത്തം വിളിച്ച് പറയുന്ന അങ്ങനെ. കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ആ ഗർഭിണികളുടെ കാര്യം പറഞ്ഞു, ഇതുപോലൊരു പൊട്ടനെ ഞാൻ വേറെ കണ്ടിട്ടില്ല. സത്യം പറയാലോ, ഞാൻ ഇനിയിപ്പോ എവിടെയെങ്കിലും പറയണമെന്ന് വിചാരിച്ചിരുന്നു. അയാളെ 8 നില റോബിന് സത്യം പറയട്ടെ, റോബിന് ഒറ്റ കാര്യമുണ്ട്, അത് ഡെഫിനറ്റ്ലി ആണ്. അതെ അതെ, അയാൾ ഒരു പൊട്ടനാണ്, കാര്യം വിട്. റോബിനുണ്ടല്ലോ, റോബിന് ആർക്കും ഒരു പ്രശ്നമില്ലാത്ത മനുഷ്യനാണ്. റോബിൻ സ്വന്തം കാര്യം പറയുന്നു പോകുന്നു. ഇത് അങ്ങനെയല്ല, ഇതൊരു പബ്ലിക് ന്യൂസൻസ്. പൈസ അതെനിക്കറിയില്ല, പൈസ കിട്ടില്ല. പക്ഷെ ഇയാള് പൊട്ടും. 100%. അയാൾ തന്നെ വോട്ട് ചിലപ്പോൾ അയാൾക്ക് സ്വന്തമായിട്ട് കുത്താൻ മറന്നു. ഞാൻ തൃക്കാക്കര മണ്ഡലത്തിലല്ല, പക്ഷെ താമസിക്കുന്ന ആളാണ്. ഞാൻ അവിടെ താമസിക്കുന്ന ആളാണ്, തൃക്കാക്കര മണ്ഡലത്തിൽ താമസിക്കുന്ന ആളാണ്. എന്റെ വോട്ട് പത്തനംതിട്ടയാണ്. പക്ഷെ ഇയാൾ അപ്പൊ തൃക്കാക്കര മണ്ഡലത്തിൽ അഖിൽമാരാർ പൊട്ടു എന്നാണ് പറയുന്നത്. 101%. ഇതാണ് ഇതിനടി പോയി കമന്റ് നിങ്ങൾ പിൻ ചെയ്തു. ഞാൻ വന്നതിന്റെ അടി കമന്റ് ഇട്ടു. അയാൾ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരമല്ലേ അഖിൽമാരാർ? മണ്ടത്തരം ഇല്ലാത്തത് അയാൾ ചെയ്യുന്ന എല്ലാം പൊതുവെ മണ്ടത്തരമാണ് കാണിക്കുന്നത്, പറയുന്ന എല്ലാം മണ്ടത്തരം. കാരണം കഴിഞ്ഞ ദിവസം അങ്ങനെ പറഞ്ഞ ഗർഭിണികളുടെ കാര്യം എനിക്കൊന്നും ഞാൻ പറയാനില്ല. അതേ എന്ത് ഇതേക്കൂടെ എന്നിട്ട് അതിനൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ഞാൻ കണ്ടു അങ്ങനെ യൂട്യൂബിൽ ഇട്ടേക്കുന്നത്. അതിന് പറയാനൊന്നും പ്രത്യേകിച്ചൊന്നും ഇല്ല. അയാൾ വേറെന്തോ അയാൾക്ക് സുഖപ്രസവമായിരുന്നു, സുഖം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. എനിക്കറിയാം തമാശ എന്ന് പറയുന്നത് ശരിയാണോ? അയാൾ പറഞ്ഞത് ഞാൻ പറയട്ടെ, ഒന്നാമത്തെ കാര്യം അയാൾക്ക് അറ്റൻഷൻ കൊടുക്കുക. അയാൾ പൊട്ടൻ, അയാൾ ഒരു വിവരമില്ലാത്ത മനുഷ്യൻ. അയാൾ എന്തിനു വന്നെന്ന് പറയാൻ എനിക്കറിയത്തില്ല. അയാൾ ഇങ്ങനെ അറ്റൻഷൻ സീക്കിങ്ങിനായിട്ട് ഓരോ കാര്യം വന്നു പറയും. ഇപ്പൊ നിങ്ങൾ വന്ന് ചോദിച്ചു നോക്കും, ചോദിച്ചാൽ ഉടനെ പറയും പാലസ്തീനിൽ എന്താ സംഭവിച്ചത് നിങ്ങൾക്കറിയോ? ഞാൻ കുറെ ഇന്റർവ്യൂ ഉണ്ട്. ബ്രോയുടെ നേരെ അദ്ദേഹം വന്നു കഴിഞ്ഞാൽ ബ്രോയുടെ പ്രതിഷേധം എന്തായാലും? ഒരു പ്രതിഷേധമില്ല, കണ്ട മൈൻഡ് ഇല്ല, ഞാൻ നടന്നു. എനിക്ക് ഒരു പ്രതിഷേധമില്ല. അയാൾ കാണിച്ച പൊട്ടത്തരങ്ങൾക്ക് ബ്രോ ഒന്നും പറയാറില്ല. എന്ത് പറയാൻ? എനിക്ക് ഒരൊറ്റ കാര്യം പറയാം, ഇതിലും ഫാർ ബെറ്റർ ആണ് അലൻ ജോസ് പെരേര. അലൻ ജോസ് പെരേര അഖിൽമാരെക്കാട്ടി ഫാർ ബെറ്റർ ആണ്. ഭരിക്കും തോന്നുന്നില്ല, പക്ഷേ ആൾക്ക് നല്ല രീതിയിൽ ഭൂരിപക്ഷം നല്ല രീതിയിൽ കിട്ടുമെന്ന് തോന്നുന്നു. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം തമിഴ്നാട് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. പിന്നെ കുറെ റീൽസ് എല്ലാം കണ്ടു, എല്ലാവരും ഭയങ്കര വിജയ് പറയുന്നു. പക്ഷേ വിജയനെ സുരേഷ് ഗോപിയായിട്ട് അനുഗമിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അല്ല സീരിയസ്ലി ബ്രോയുടെ അഭിപ്രായം പറയൂ. ഇല്ല, എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഒരിക്കലും സുരേഷ് ഗോപിയായിട്ട് വിജയനെ അനുഗമിക്കുന്നില്ല. ഒരിക്കലും ഇല്ല. ആള് കുറച്ചുകൂടെ ഒരു ഇതായിട്ടുള്ള ആളാണ്. വിജയ് ഇപ്പോൾ ജെന്യൂനിറ്റി ഉള്ള ഒരാളാണ്. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നു. ഈ സന്തോഷ് വർക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ആറാട്ടെണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നു BJP-യേക്കാൾ ബെറ്റർ AJP എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം ഏറ്റവും വലിയ പ്രസ്താവനയാണ് അഖിൽമാരേക്കാൾ ബെറ്റർ AJP ആണ് അലൻ ജോസ് പെരേര എന്ന് പറയുന്നത്. ഞാൻ പിന്നെയും പറഞ്ഞല്ലോ, ഇനിയിപ്പോ സന്തോഷ് വർക്കി പറയട്ടെ, ഞാൻ പിന്നെയും പറയാം അഖിൽമാരെക്കാട്ടി ബെറ്റർ AJP തന്നെ. അതിലെന്താ ഇത്? അയാൾ അറ്റ്ലീസ്റ്റ് അയാൾ പോട്ടെ, AJP അങ്ങനെയാണെന്ന് വിചാരിക്കും. ഇത് അങ്ങനെയല്ലല്ലോ. ഇതിന്റെ അഖിൽമാരെ ബിഗ് ബോസിൽ പോയിട്ട് വിന്നർ ആയതാണ്. മെജോറിറ്റി ആൾക്കാരുടെ ഇഷ്ടം പറ്റിയ ആളാണ്. കുറെ ആൾക്കാർക്ക് ഇൻസ്പിറേഷൻ ആയ. ആർക്കാ ഇൻസ്പിറേഷൻ? എന്തിന് ഇൻസ്പിറേഷൻ ആവാന് മണ്ടത്തരം വിളിച്ചു പറയുന്നത്? അയാൾ എന്തിന് ഇൻസ്പിറേഷൻ ആവേണ്ട കാര്യം പറഞ്ഞു? ഒന്നിനും അയാൾ ഇൻസ്പിറേഷൻ ആവാനുണ്ട്. ശത്രുത ഉണ്ടോ? എനിക്ക് ഒരു ശത്രുതയില്ല. കാരണം എന്താ പറയുക, പൊളിറ്റിക്കലി കറക്റ്റായിട്ട് കാര്യങ്ങൾ സംസാരിക്കാൻ പഠിക്കണം. അല്ലാതെ ഇങ്ങനെ ചുമ്മാ വായി തോന്നി വിളിച്ച് പറയുന്ന നല്ല കാര്യം. എന്നിട്ട് അത് എന്ത് ചോദിക്കാൻ പോയാലും അയാൾക്ക് ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ജനുവലി ബ്രോയ്ക്ക് അഖിൽമാരാനെ കൊടുക്കാനുള്ള അവയർനെസ് എന്തായിരിക്കും? എനിക്ക് പ്രത്യേകിച്ച് ഒരു അവയർനെസ് ഉണ്ട്. ദൈവത്തെ ഓർത്ത് ആ വായ അടച്ചു വെച്ച് കുറച്ചേരം ഇരുന്ന് കഴിഞ്ഞാൽ സമാധാനമാണ്. പുള്ളി പറയുന്നതെല്ലാം മണ്ടത്തരാണ് പുള്ളി. ഉറപ്പായിട്ട് ഞാൻ ഇനിയും പറയും, ഇതുപോലൊരു ഭൂലോക മണ്ടനം എനിക്കറിയത്തില്ല. പക്ഷെ വലിയ ബുദ്ധിയുള്ള മണ്ടൻ തന്നെ ഞാൻ പറയാം. അത്രേ ഉള്ളൂ. ബുദ്ധിയുള്ള മണ്ടനം എന്താ ഉദ്ദേശിക്കുന്നത്? ബുദ്ധിയുള്ള മണ്ടനമല്ല. പിന്നെ ഇപ്പൊ ചോദിക്കുക എന്താണ് അഖിൽ ഇങ്ങനെ പറഞ്ഞത്, എന്തുകൊണ്ട് പ്രശ്നം? അല്ലല്ല, ബുദ്ധി ഇല്ല. പക്ഷെ മണ്ടനാണ് ബുദ്ധിയുള്ള പോലെ അഭിനയിക്കുന്നത്. വിജയിച്ചിറങ്ങിയ ആളിപ്പോ വിജയിച്ചു കഴിഞ്ഞാൽ ബ്രോയുടെ ഒരു ഒരിക്കലും വിജയിക്കുന്നില്ല. ഞാൻ എന്തൊരു റിയാക്ഷൻ ഇടാണ്? വിജയിക്കത്തില്ല, ഉറപ്പായിട്ട് വിജയിക്കത്തില്ല. 100%. സപ്പോർട്ട് ചെയ്ത് കുറെ ജനങ്ങൾ ഏതാണ് കുറെ ജനങ്ങൾ അവിടെ വന്നു. അഖിൽമാരൊക്കെ അതൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്തായാലും ഉറപ്പായിട്ടും തോക്കും. പുള്ളിക്ക് വിജയ ശതമാനം ഇല്ല. എവിടെ നിങ്ങൾ ജനങ്ങളെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ടാണ് അത് PR പൈസ കൊടുത്തല്ലോ. BJP-ക്ക് കേരളത്തിൽ എത്ര സീറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്? 1-2 സീറ്റ്. ഏത് മണ്ഡലമായിരിക്കും അതെനിക്ക് ഞാൻ പറയുന്നില്ല, പക്ഷെ 1-2 സീറ്റ്. പാലക്കാട് കിട്ടാൻ ചാൻസ് ഉണ്ട്.
പാലക്കാടെല്ലാം രമേശ് പിഷാരടി ജയിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ചാൻസ് ഉണ്ടെന്നല്ല, എനിക്ക് എനിക്ക് ഈ സെലിബ്രിറ്റികളായിട്ട് നിന്ന് കുറേ പേര് നിന്നതിൽ രമേശ് പിഷാരടി ജയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. എന്താണെന്ന് അറിയത്തില്ല, ആള് ഭയങ്കര ജെന്യുവനായിട്ട് നിന്ന് സ്ഥാനാർത്ഥികളെ കുറച്ചുകൂടെ നോളജ് ഉള്ള ഒരാൾ പിഷാരടിയാണ്. അങ്ങനെ പറയുന്നില്ല, പക്ഷേ എനിക്ക് എന്തോ ആള് ഭയങ്കര ജെന്യുവനാണ്, നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. സോ എന്തായാലും പിഷാരടി ജയിക്കും. പിന്നെ LDF സർക്കാർ തുടരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അതോ UDF വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്? ഒരു ചേഞ്ച് നല്ലതല്ലേ? ചേഞ്ചിന് UDF ആണ് നല്ലതായിരിക്കും. കാരണം മാറി വരുന്നല്ലോ. നല്ലതാണെങ്കിൽ എന്തുകൊണ്ട് മാറണം എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. മനസ്സിൽ നല്ലതാണ്. LDF നല്ലതാണെങ്കിൽ 10 വർഷം നന്നായിട്ടുണ്ടെന്ന് ബ്രോക്ക് തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് മാറണം? ഞാൻ പറയില്ല, എപ്പോഴും ഒരു മോണോപോളി പോകുന്ന പോലെ ഫീൽ ചെയ്യും. അതൊന്ന് മാറട്ടെ, മാറി പുതിയ അവരൊന്ന് എന്താ ചെയ്യാൻ നോക്കട്ടെ. അതന്നെ സംഭവം. ഇപ്പൊ LDF വരികയാണെങ്കിൽ ആര് ഭരിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്? പിണറായി തന്നെ തുടരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പിണറായി തുടർന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. പലരും പറയണേ പിണറായി ഒന്നും മാറാൻ യോഗ്യ, 80 വയസ്സായില്ലേ, കുറച്ച് ബാക്കിയുള്ളവർക്ക് സ്ഥാനം കൊടുക്കേണ്ടതെന്നുള്ള. കുഴപ്പമില്ല, ആളെന്തായാലും നല്ല രീതിയിൽ ഇപ്പൊ തന്നെ നല്ല രീതിയിൽ ചെയ്തു പോകുന്നുണ്ട്. പുള്ളി തുടർന്നോട്ടെ, അത് അവരുടെ പാർട്ടിയുടെ കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ പിണറായി സർക്കാരിനെ കൊണ്ട് നമ്മുടെ നാട്ടിന് അല്ലെങ്കിൽ ജനങ്ങൾക്ക് എന്തൊക്കെ നേട്ടങ്ങളാണ് ഉണ്ടായത്, അതിനെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ബ്രോ എന്തായിരിക്കും പറയുക? കണ്ടില്ലെന്നാണോ? കണ്ടില്ലെന്ന് മനസ്സിലായില്ല. ഇപ്പൊ പിണറായി കാരണം നമ്മുടെ ജനങ്ങൾക്ക് എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടായി, അതിനെപ്പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ബ്രോ എന്താണ് പറയുക? അതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. LDF വിരോധി അങ്ങനെ ഞാനൊരു പാർട്ടി അനുഭാവിയല്ല. പാർട്ടി അനുഭാവിയാണ്, കോൺഗ്രസ് അനുഭാവിയാണ്. കോൺഗ്രസ് അനുഭാവിയാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഈ ഇലക്ഷൻ എന്നിട്ട് വേണം ഞാൻ ഇനി അടുത്തതിന് കയറാൻ. മറ്റേ വയനാട് ദുരന്തത്തിന് അതിന്റെ ഫണ്ടിങ് ഭയങ്കര അഴിമതി നടന്നിട്ടുണ്ടെന്ന ഒരു വാർത്ത ഉണ്ടായിരുന്നു. അതിനെ കുറിച്ച് ബ്രോക്ക് എന്തെങ്കിലും അപ്ഡേറ്റ് അറിയാമോ? എന്തെങ്കിലും പറയാനുണ്ടോ? അറിയത്തില്ല, അറിയാവുന്ന ന്യൂസ് കേട്ടായിരുന്നോ? ന്യൂസ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അതിലെന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാനിപ്പോൾ പറഞ്ഞു, ഇപ്പം എൻ്റെ ഈ വീടിൻ്റെ ചിലപ്പോൾ തെറി വിളിക്കാൻ വരുമായിരിക്കും, പക്ഷേ എല്ലാ ഗവൺമെൻറ് കാര്യങ്ങൾ നടക്കുമ്പോഴും ഞാൻ ടോപ്പിലുള്ളവരടക്കം ഇതിനകത്ത് അടക്കം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മുക്കുന്നുണ്ടായിരിക്കും. അതിപ്പോൾ ഡെഫിനറ്റ്ലി മുക്കുന്നു. അതിപ്പോൾ ഏത് പാർട്ടി വന്നാലും മുക്കും. അതിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയണം എന്നുള്ള കാര്യമില്ല. ഇപ്പോൾ തൃശ്ശൂർ പൂരം നടക്കുകയാണല്ലോ, അപ്പോൾ തൃശ്ശൂർ പൂരത്തിന് ഈ സ്ഫോടനം അതായത് ഇപ്പൊ UDF ഇല്ലേ UDF വരികയാണെങ്കിൽ ഭരണത്തില് VD സതീശ വന്നാൽ എങ്ങനെ ഉണ്ടാവും? എനിക്കെന്ത് സംഭവം, ഒന്നാമത്തെ കാര്യം UDFന്റെ ഒരു പ്രശ്നം, അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് എല്ലാവരും അടിയുക, മൊത്തം അടിയുക. ആരാ അവരുടെ മുഖ്യമന്ത്രി ആവണമെന്ന് പറയുന്നത്? VD സതീശൻ ആവണമെന്ന് പറയുന്നു, രമേശ് ചെന്നിത്തല ആവണമെന്ന് പറയുന്നത്. ഇവരെ ആദ്യം അതിലൊരു തീരുമാനം എടുക്കട്ടെ. സപ്പോസ് VD സതീശൻ ഭരിക്കുകയാണെങ്കിൽ പിണറായിയെ വെല്ലുന്ന ഒരു നേതാവായിട്ട് VD സതീശൻ മാറും എന്നുള്ളതാണ് ചോദ്യം. എനിക്കിന്ന് VD സതീശൻ അതിനുള്ള കഴിവുണ്ടായിരിക്കും, പക്ഷെ അവരുടെ കൂടെ ഉള്ളവർ UDFിലുള്ളവർ നിർബന്ധമായിട്ടും അവരെല്ലാവരും ഒന്ന് എന്താ പറയുക, ഒരു കൂട്ടത്തോടെ വേണം. അല്ലെങ്കിൽ ഇത് പ്രശ്നം എന്താ പറയുക, എനിക്ക് എപ്പോഴും കോൺഗ്രസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതാണ് പേഴ്സണലി. അവർക്കൊരു കസേര കൊണ്ടിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഞാൻ പറയണ്ട, ഒരു മൈക്ക് കൊണ്ടുവെക്കും, ഇവരെല്ലാം കൂടെ കൂടും, ഇവർക്ക് എല്ലാവർക്കും മൈക്ക് വേണം, ഇവർക്ക് എല്ലാവർക്കും കസേര വേണം, അത് നടക്കത്തില്ല. പക്ഷെ അതിലെ കാര്യത്തിൽ LDFിലുള്ള ആൾക്കാരെല്ലാം പക്കയാണ്. കാരണം അവർക്കൊരു നേതാവെന്നോ അണികൾക്കെന്നുള്ളത് അത് വന്നു കഴിഞ്ഞാൽ കുറച്ച്, അതുകൊണ്ടാണ് എനിക്കൊന്ന് കോൺഗ്രസ് ഇവിടെ പരാജയപ്പെടാൻ വേറൊരു റീസൺ. LDF ഭരണം വരുമെന്നാണ്. അല്ല UDF വരികയാണെങ്കിൽ അവർ ഉന്നയിച്ച കാര്യം ഓഫർ കൊടുക്കണ കാരണല്ലേ, സ്ത്രീകൾക്ക്, കേരളത്തിലെ എല്ലാ സ്ത്രീകൾക്കും KSRTC സൗജന്യ യാത്ര പറയുന്നുണ്ട്. അതിലെത്രത്തോളം പ്രാവർത്തികമാകാൻ തോന്നില്ല. കാരണം ഓൾറെഡി ആ KSRTC മൊത്തത്തിൽ നഷ്ടത്തിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. അതിലൂടെ ഇനി ഫ്രീയും കൂടെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എങ്ങനെ സർവൈവ് ചെയ്ത് കൊണ്ടുപോകുന്ന അറിയത്തില്ല. ചിലപ്പോൾ അത് അവരുടെ ഒരു ഗിമിക്കിന് പറഞ്ഞായിരിക്കും. ഐ ഡോണ്ട് നോ.